ഇന്ന് അടിപൊളി ഒരു 4 മണി പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. വട്ടയിലയിലാണ് നമ്മളിന്ന് അട ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ ഇല. ഈ ഇലയിൽ അട ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കാണാവേ. അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് വട്ടയില ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മാവ് എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയുടെ മാവാണ് കേട്ടോ. നമുക്ക് അരിപ്പൊടിയിലും ഉണ്ടാക്കാം. ഞങ്ങളിപ്പോൾ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നല്ല ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ജീരകവും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു അടയാണ്. അപ്പോൾ ഇതാണ്ട് ജീരകം ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒത്തിരി ലൂസായിട്ടും അല്ല ഒത്തിരി ടൈറ്റായിട്ടും അല്ല നമ്മളിത് കുഴച്ചെടുക്കുന്നത്. ഒരു മീഡിയം ലെവലിലാണ് നമുക്ക് ഇലയെ വെച്ചിൽ പരത്താനുള്ള പാകത്തിന് മാവ് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ്ട് മാവൊക്കെ നല്ലതുപോലെ കുഴച്ചെടുത്ത് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ വേണേ. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. വട്ടയിലയിൽ ഉണ്ടാക്കുന്ന അടയ്ക്ക് നല്ലതുപോലെ തേങ്ങയും മധുരം ഇട്ടാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു മുറി മുഴുവൻ തേങ്ങ എടുക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഇലയിൽ ഉണ്ടാക്കുന്ന അടയ്ക്ക്. ഒരു തേങ്ങ മുഴുവനായിട്ട് തിരുമ്മി അതിൻ്റെ തേങ്ങ ഫുള്ളും എടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടെ നല്ലതുപോലെ മധുരവും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ്ട് അത്യാവശ്യം മധുരം വേണമല്ലോ, അട എന്ന് പറഞ്ഞാൽ നല്ല മധുരത്തോടെ വേണമല്ലോ. അപ്പോൾ അതനുസരിച്ചുള്ള മധുരം എടുത്തിട്ടാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. പഞ്ചാര ഇടാം, പിന്നെ നമുക്ക് ബെല്ലം ഉണ്ടെങ്കിൽ അതും ഇടാവേ. ഇപ്പോൾ പഞ്ചാര ഇട്ടിട്ടാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ്ട് തേങ്ങ തിരുമ്മി കഴിഞ്ഞു. അതിലേക്ക് ഒരു 10 സ്പൂണോളം പഞ്ചാര എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെള്ളം നിറച്ചിട്ട് അടുപ്പയിലിട്ട് വെക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ പരത്തി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മൾ പരത്തുന്നതിനനുസരിച്ച് അതിലേക്ക് വെച്ച് കൊടുക്കുകയും ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഇതാണ്ട് വട്ടയില എടുത്തിട്ട് ഒരു ഉരുള മാവ് എടുത്തേ അത് നന്നായിട്ട് ഇനി നല്ലതുപോലെ പരത്തി കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നല്ല നൈസായിട്ട് പരത്തി കൊടുക്കണം. പിന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും പിന്നെ വേഗത്തിൽ പരത്താനും വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് കൈ നനച്ച് കൊടുത്തിട്ട് പരത്തുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ നമുക്ക് നൈസായിട്ട് പരത്തിയെടുക്കാനായിട്ട് പറ്റും. നന്നായിട്ട് പരത്തിയതിന് ശേഷം അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും പഞ്ചാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ല മധുരം വേണം, അതനുസരിച്ച് നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി നല്ലതുപോലെ ഒന്ന് മടക്കി എൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൈഡൊന്നും ശരിക്കും ഒട്ടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അതിലേക്ക് കൂടെ മധുരം പുറത്ത് ചാടാനും മറ്റേ ഇലയിലൊക്കെ ആവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ച് ട്ടാണ് എടുത്ത് വെക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റിലയിലും മാവ് ഉരുട്ടി വെച്ച് പരത്തി എല്ലാ ഇലകളിലും ഇതേപോലെ ചെയ്യുവാണ്. അപ്പോൾ അതാണ്ട് എല്ലാ ഇലകളിലും പരത്തി വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് അടച്ചു വെക്കാനായിട്ട് പോവുകയാണ്. ഇപ്പം തന്നെ നല്ലതുപോലെ ആവി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഇഡ്ഡലി പാത്രത്തിൻ്റെ അടപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മുറുക്കി അടച്ച് വെക്കുവാണ്. ഒരു 10 മിനിറ്റോളം കഴിഞ്ഞപ്പോൾ തന്നെ നല്ലതുപോലെ ആവിയും വന്നു, നല്ല മണവും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ്ട് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇല ചൂടോടെ തന്നെ മാറ്റിയാൽ മാത്രമേ ഇല നമുക്ക് ഇളക്കാനായിട്ട് പറ്റുള്ളൂ. തണുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇല മാറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ചൂടോടെ തന്നെ എല്ലാവരും ഇല മാറ്റാനായിട്ട് ശ്രമിക്കുക. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വട്ടയിലട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. നല്ല ഹെൽത്തി ഫുഡ് വേണ്ടി നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വറുത്തതും പൊരിച്ചതൊക്കെ പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കുക. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.